പേര് ഷാജി ജോൺ. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ്. പിന്നെ ഇച്ചിരി കൺസ്ട്രക്ഷൻ്റെ പരിപാടികളുണ്ട്. ഇപ്പോൾ ഫാം ആൻഡ് റാൻച്ച് തുടങ്ങാനുള്ള പരിപാടിയുടെ തുടക്കത്തിലാണിത്. ഞാനൊരു വലിയ ഡിപ്രഷൻ കഴിഞ്ഞ് കടന്നു വരികയാണ്. അത് അമ്മമാരെല്ലാവരും ഒത്തിരി പേര് പ്രാർത്ഥിച്ചെനിക്ക് വേണ്ടി. അപ്പോൾ അവർക്കുള്ളൊരു ട്രിബ്യൂട്ടാണ് മമ്മീസ് ഗാർഡൻ, മമ്മാസ് ഗാർഡൻ മൈ മമ്മീസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നടന്നു. എല്ലാ ആഴ്ചയിലും അമ്മമാർ വരിക, അവർ ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം. എവിടെയാണ് ആ പ്ലോട്ട്? ഏത്? മമ്മാസ് ഗാർഡൻ പ്ലോട്ട് ഈ പ്ലോട്ടിൽ തന്നെ. ഓക്കെ ഓക്കെ ഇത് തന്നെയാണ് ഇപ്പോൾ. ഓക്കെ ഓക്കെ ഇതിനൊത്തിരി പ്ലേസ് കോർണർ പ്ലോട്ടാണല്ലോ. ഓക്കെ ഓക്കെ മെയിൻ ഓഫീസ് എവിടെയെങ്കിലും ഉണ്ടോ? മെയിൻ ഓഫീസുണ്ട്. എവിടെയാണ്? 3955 മർഫി റോഡ്. ഓക്കെ ഓക്കെ അത് എൻ്റെ ഓഫീസാണ്. റിയൽ എസ്റ്റേറ്റ് ഓഫീസാണ്. റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും പിന്നെ അവിടെ ചെറിയ വർക്ക്ഷോപ്പുകളും ഒക്കെ ഉണ്ട്, ബിൽഡിംഗ് ഷോപ്പും ഒക്കെ ഉണ്ട്. കൺസ്ട്രക്ഷൻ ഏത് സെക്ടറിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ എല്ലാം ചെയ്യുന്നു. ഈ ബിൽഡിങ്ങുകൾ വാങ്ങിച്ച് റെനോവേറ്റ് ചെയ്ത് തിരിച്ചു വയ്ക്കുന്ന പരിപാടിയുണ്ട്. ഈ കൊല്ലം 2026 പുതിയ വീടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ശരി. എത്ര വീടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ? അങ്ങനെ ഡിമാൻഡ് അനുസരിച്ച് കാര്യങ്ങൾ വരുന്ന പ്ലോട്ട് എവിടെയാണത്? അത് ഇപ്പോൾ ആംഗിൾട്ടണിൽ നമുക്കൊരു 5 ഏക്കർ സ്ഥലമുണ്ട്. ആംഗിൾട്ടൺ. അവിടെയൊക്കെ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടോ? മലയാളി കമ്മ്യൂണിറ്റി ഉദ്ദേശിച്ചല്ലോ. അല്ല ഓക്കെ കൂൾ. എത്ര വർഷമായി അമേരിക്കയിലായിട്ട് സാറ്? ഞാൻ അമേരിക്കയിലായിട്ട് 32 വർഷം. അത് ശരി. തുടക്കം മുതൽ ബിസിനസ് സെക്ടറിൽ തന്നെയാണോ? ജോലി ചെയ്തിട്ടുണ്ട്. അത് ശരി. ഈ വീട് തുടക്കം മുതലേ സാറിൻ്റെ കൂടെ ഉള്ള? അതെ. ഓക്കെ ദാറ്റ്സ് ഫൈൻ യുനോ. ഈ കോർണർ പ്ലോട്ടാണ് അന്നും ഉള്ളതല്ലേ? അല്ല, ഇത് ആക്ച്വലി ഞാൻ 2022 വാങ്ങി. അത് ശരി. ഇത് റെനോവേറ്റ് ചെയ്യാനുള്ളതാണ്. അത് ശരി. റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ നമ്മുടെ ആൾക്കാർ തന്നെ. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള ഒരു വീടായിരിക്കും? ഒരു ഹിസ്റ്റോറിക് ഹോമാണ്. ഹിസ്റ്റോറിക് ഹോമാണ്. 1852 പണിതാണ്. 1852 പണിത വീടിൻ്റെ കണ്ടീഷൻ ഇത്. ഓക്കെ. അന്ന് എയർ കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്? അതോ പിന്നീട് വെച്ചിട്ടുള്ള? ഓക്കെ ബട്ട് എല്ലാം ബാത്റൂമും വാഷ്റൂമും എല്ലാം അന്നും ഉണ്ടായിരുന്നു? അതെല്ലാം ഉണ്ട്, പക്ഷേ അതെല്ലാം ഇല്ല, പിന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ സാറ് മേടിക്കുമ്പോൾ ബട്ട് യൂസബിൾ ആയിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇവിടെയൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ കിടക്കും, സ്ക്രാപ്പൊക്കെ. ഇതൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങളാണ്. ഓക്കെ. ഇതൊക്കെ ഇപ്പോൾ ആക്രിക്ക് പോവാണോ? അത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമല്ലേ? ഓക്കെ റിനോവേഷൻ തീരുമ്പോൾ ഇത് വേറൊരു ഓക്കെ നല്ല പ്ലോട്ടാണ്. ഈ ബിസിനസ്സിനെ പറ്റി എന്താ സാറിന് പറയാനുള്ളത്? പുതിയ യങ്സ്റ്റേഴ്സിനൊക്കെ കടന്നു വരാൻ പറ്റിയ ഫീൽഡാണോ? യാ Please come. I want. No. You can take photo and go. Okay. Oh, photo. Yeah, let me just take a photo. Let me take a. Okay. All beautiful people, look here. Beautiful people look there. Beautiful people look there. Others not look there. Start the ceremony. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ നല്ല സായാഹ്നത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്കെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ ആദിപിതാവായ ആദമിനെ ഒരു തോട്ടത്തിലാക്കുകയും ആ തോട്ടത്തിൽ കൃഷി ചെയ്ത് പരിപാലിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്ത ദൈവമായ കർത്താവെ, അങ്ങ് നേരിട്ട് കമ്മീഷൻ ചെയ്ത പ്രവൃത്തിയാണ് ഈ ഭൂമിയിൽ വിളകളെ സൃഷ്ടിക്കുക. എൻ്റെ ദാസന് കൊടുത്ത ദർശനപ്രകാരം ഇവിടെ ഒരു തോട്ടം സൃഷ്ടിക്കുവാൻ, കൃഷി ചെയ്യുവാൻ, മണ്ണിൽ പണിയുവാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, അതിൽ കൂട്ടായ്മ ഉണ്ടാക്കുവാൻ കൊടുത്ത വലിയ ദർശനങ്ങളായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇതിൽ പങ്കാളികളാകുന്ന ഭാഗവാക്കുകളാകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ കൃഷിഫലങ്ങളെ സ്വർഗീയ നന്മകളാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രത്തിൻ്റെ സുഖമായ സർവേശ്വര എന്ന് അറിയിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിൻ്റെ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രധാനമായ സമയത്ത് പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സ്ഥലത്ത് കൂടി വരുവാനും ഈ കാർഷിക പിതാവേ അതിൻ്റെ
ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ആയിരിക്കാനും തക്കോണം ദൈവമൊരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വിളകളെയെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. വലിയ പ്രതിഫലം കർത്താവെ നൽകി അവിടുന്ന് മാനിക്കണം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കർത്താവെ പല ഇടങ്ങളിലും പല സ്ഥലങ്ങളിലും കർത്താവെ കൃഷിഭൂമിയായി കർത്താവെ അതിനെ വിളയിച്ചെടുക്കുവാൻ തക്കവണ്ണം മണ്ണിന് കർത്താവെ നല്ല ഫലഭൂഷ്ടി നൽകി എല്ലാ അനുഗ്രഹങ്ങളും നൽകി തന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വാഗതം ചെയ്തു. മനോഹരമായ ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ഞങ്ങൾക്ക് ചെറുത്ത് കടന്നു പോകുന്നതിലും അങ്ങനെ പാടിപ്പോറ്റുന്നു ആരാധിക്കുന്നു ഞങ്ങൾക്ക് ആശ്വാസം ചെയ്തു. ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയാകുന്നു. ചെടികളെ നട്ട് വളർത്തി ഏതിലാക്കിയതിന് ശേഷം ഏർപ്പോടുന്ന ഉപേക്ഷിക്കും വയലിലെ സസ്യങ്ങൾക്ക് ആഹാരമായിരിക്കുന്നതായിട്ട് ദൈവം ഞങ്ങളുടെ ദിനചര്യകൾ എങ്ങനെ ആയിരിക്കുമെന്ന് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതനുസരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യവും ബലവും പ്രോസ്പെരിറ്റിയും സുരക്ഷയും എല്ലാം ഉണ്ടാകുമെന്ന് അവിടുന്ന് കൽപ്പിച്ചിരിക്കുകയാണുള്ളത്. അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഈ വിളകളെ ചെടികളെ എത്ര മനോഹരമായിട്ടാണ് അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടുത്തെ സൃഷ്ടിയുടെ മാർവൽനെസ് ഞങ്ങൾക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചെടികളെ ഞങ്ങൾ നടുന്നു, നനയ്ക്കുന്നു, അതിനെ വളരുമാറാക്കുന്നു. അവിടുന്ന് അറിയാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഈ സംരംഭത്തെ അനുഗ്രഹിച്ചാട്ട് ഒരു അത്ഭുത വിഷയമാക്കിയിട്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കിയിട്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ചെടി നടുന്ന കർമ്മം ഫസ്റ്റ് എല്ലാവരും നടുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഇനാഗുറൽ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് പൊന്നുപിള്ള ചേച്ചിയാണ്. പൊന്നുപിള്ള ചേച്ചിക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് എന്നിട്ട് നമുക്ക് ചെടി നടാം. ആദ്യമായിട്ട് ഈ സായം സന്ധ്യയിൽ ഇത്രയും പേര് ഒന്നിച്ചുകൂടാൻ ഇവിടെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് നന്ദി. പിന്നീട് ഷാജിയുടെ നൂതന ഐഡിയയോട് ഏറ്റവും ഞാൻ യോജിക്കുന്നു. ഒരു ചേനയും ഞാൻ എൻ്റെ കൈകൊണ്ട് നടുന്നുണ്ട്. ഷാജിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഈ കൃഷിയെല്ലാം വളർന്ന് വലിയതാകുമ്പോൾ നമുക്ക് ഇത് ഫലപ്രദമായ വിധത്തിൽ അനേകം മനുഷ്യർക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഷാജിക്ക് എല്ലാവിധ നന്മകളും ദീർഘായുസ്സും ഇവിടെ കൂടിയവർക്കും എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനിതിന് കൊണ്ടുവന്ന് വളർന്നു. ഷാജി ഇല്ലാത്തപ്പോൾ ഞാനിവിടെ വന്നു. ഇവിടെ ഇല്ലാത്തതൊന്നും വരണം. അങ്ങനെ ആരെങ്കിലും കാണും. പറ്റിയത് അതൊക്കെ ആ കുത്താം അവിടെ ഉണ്ട്. ചേനയ്ക്ക് അടിയൻ കുഴി എല്ലാവരും ചേർന്ന് നിന്നേ. ഞാൻ വീടല്ലേ അതെ. അങ്ങനെ വെച്ചാൽ ബാക്കി കംപ്ലീറ്റ് ഇനി എല്ലാവരും വളയിടാൻ വരുന്ന എല്ലാത്തിനും ഇടണം. ഒരെണ്ണത്തിന് ഇട്ടിട്ട് പോകും. എല്ലാവരും ഓരോ ചേർന്ന് എടുക്കാം. എല്ലാവരും ഓരോ ചേർന്ന് എടുക്കാം. അത് നന്നായി. ഇനി അന്നേരം സഹായിക്കാം. നിങ്ങളുടെ ഒരു നേരം ഹെൽപ്പ് വേണോ? വീടല്ലേ. മതി, അത് അവർ ഫില്ല് ചെയ്തോളും. എല്ലാവരും ഓരോ നട്ടു. ഫസ്റ്റ് സാധനം കരിയിലെ ആദ്യം ഇടുന്നത്. കരിയിലിടാം. ഞാൻ ഇതിനെ വളർത്തിക്കോളാം. ഉണ്ടാകട്ടെ പ്രകാശം. അതെ അതെ.
എൻ്റെ വണ്ടി ഓഫായി പോയി, അത് കാരണമേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് തന്നെ നോക്കണേ. തീർച്ചയായും ജമ്പ് ചെയ്യാൻ മതിയോ? അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജമ്പറുണ്ട്. ഓക്കെ ഓക്കെ, അവർ വരും. ശരിയാകത്തില്ല.